ഇരിങ്ങാലക്കുട നഗരസഭ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം പ്രവർത്തനം ആരംഭിച്ച് 5 മാസങ്ങൾ കഴിയുന്നതിനു മുമ്പേ പൂട്ടുവീണു. പ്രവർത്തനങ്ങൾ തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് സ്ഥാപനത്തിന് പൂട്ടുവീഴുന്നത്. 2022 ഡിസംബർ 4-നാണ് 20 ലക്ഷത്തോളം രൂപ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തത്. പൂതംകുളം മൈതാനത്ത് 2 നിലകളിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമായിട്ടാണ് കെട്ടിടം നിർമ്മിച്ചത്. 7 ശുചിമുറികൾ, ബാത്റൂം, വിശ്രമമുറി എന്നിവയാണ് കെട്ടിടത്തിലുള്ളത്. കോഫി ഷോപ്പും റിഫ്രഷ്മെന്റ് സൗകര്യങ്ങളും പദ്ധതിയുടെ ഭാഗമായി ലക്ഷ്യമിട്ടിരുന്നു. വാടകത്തുകയായി നഗരസഭാ അധികൃതർ നിശ്ചയിച്ച 10 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്തതിനെ തുടർന്ന് കെട്ടിടം വർഷങ്ങളോളം അടഞ്ഞുകിടക്കുകയായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷൻ ഉപയോഗിച്ചും മാത്രം ശുചീകരണ സംവിധാനങ്ങൾ നിലനിർത്താൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ ടാങ്കുകൾക്കും ബോർവെൽ സംവിധാനത്തിനുമായി 2023-24 വർഷത്തിൽ 4 ലക്ഷം രൂപ കൂടി നഗരസഭ ചിലവഴിച്ചു. ഒരു വർഷത്തേക്ക് 5 ലക്ഷം വാടക എന്ന വ്യവസ്ഥയിൽ 2024 ഏപ്രിലിലാണ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ ടേക്ക് എ ബ്രേക്ക് ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ചത്. കെട്ടിടത്തിന് മുന്നിൽ കോഫിയും ലഘുഭക്ഷണങ്ങളുമായി തുടങ്ങിയ കോഫി ഷോപ്പ് ഒടുവിൽ തട്ടുകടയുടെ ശൈലിയിലേക്ക് മാറുകയും ചെയ്തതോടെ വിമർശനങ്ങളും ഉയർന്നു. ഉയർന്ന വാടകയും 5 ജീവനക്കാരുടെ ചിലവും കണ്ടെത്താൻ വേറെ വഴികൾ ഇല്ലായിരുന്നുവെന്നും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ആരും കാര്യമായി ഉപയോഗിച്ചിരുന്നില്ലെന്നും നടത്തിപ്പുകാർ പറഞ്ഞിരുന്നു. കെട്ടിടത്തിന്റെ കാഴ്ച മറച്ചുകൊണ്ടായിരുന്നു ഭക്ഷണശാലയുടെ പ്രവർത്തനമെന്നും ഇതോടെ പദ്ധതിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ പാഴായി എന്നും നഗരസഭ അധികൃതരും ആരോപിച്ചു. കെട്ടിടത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പ്രതിപക്ഷം വിമർശനങ്ങൾ നഗരസഭാ യോഗങ്ങളിലും ഉന്നയിച്ചു. ഇതിനിടെ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണങ്ങളും വന്നതോടെ ടേക്ക് എ ബ്രേക്ക് തട്ടുകടയിലേക്ക് ആരും കടക്കാതെയുമായി. അടച്ചിടുകയല്ലാതെ വഴിയില്ലായിരുന്നുവെന്നും റോഡ് പണി പൂർത്തിയായാലും പദ്ധതി ഏറ്റെടുത്ത് നടത്താൻ താൽപ്പര്യമില്ലെന്നും കരാറുകാരൻ അറിയിച്ചു. TCB ന്യൂസ്, ഇരിങ്ങാലക്കുട.